2014 ബി.ജെ.പി 50% കൂടുതൽ വോട്ടുകൾ നേടിയത് 136 മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നുവെങ്കിൽ 2019 50%-ലധികം വോട്ടുകൾ നേടുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 224 ഉയർന്നു. ഇതോടെ 2024 ഇതിനേക്കാൾ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ഈ വിജയം വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. 2019 2014-നേക്കാൾ 50% വോട്ടുകൾ നേടിയ 88ഓളം അധിക മണ്ഡലങ്ങൾ ബി.ജെ.പി. പിടിച്ചുവെന്നത് ചില്ലറ കാര്യമല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയധികം മണ്ഡലങ്ങളിൽ ഇത്രയധികം വോട്ടുകൾ നേടുന്നത് 1984-ന് ശേഷം ഇതാദ്യമായാണ്. ഇതുതന്നെയാണ് 2024-ലും ബി.ജെ.പിക്ക് പ്രതീക്ഷ നൽകുന്നത്. ഈ വിപുലമായ വോട്ട് പങ്കാളിത്തം ബി.ജെ.പിയെ തുണയ്ക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. 2014-ൽ ബി.ജെ.പി 136 ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമേ 50%-ലധികം വോട്ടുകൾ നേടിയിരുന്നത്. അതായത് 2019 ആകുമ്പോഴേക്കും 50% വോട്ടുകൾ കിട്ടുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 136-ൽ നിന്ന് 224 എന്നർത്ഥം. എന്നാൽ ബി.ജെ.പിയുടെ വളർച്ച എൻ.ഡി.എയുടെ വളർച്ചയിൽ പ്രതിഫലിക്കുന്നില്ല. 2014-ൽ 282 സീറ്റുകൾ എൻ.ഡി.എ നേടിയെങ്കിൽ 2019-ൽ 303 സീറ്റുകളാണ് എൻ.ഡി.എ നേടിയത്. അതായത് 21 സീറ്റുകളുടെ അധിക വളർച്ച. 2019-ൽ 50%-ലധികം വോട്ടുകളുള്ള മണ്ഡലങ്ങളുടെ എണ്ണം ഇത്രയധികം വർദ്ധിപ്പിച്ചത് ബി.ജെ.പിയുടെ ഉയരുന്ന മേൽക്കോയ്മയുടെ തെളിവ് തന്നെയാണ് എന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ സുഹാസ് പാൽഷികാർ പറയുന്നു. കൂടുതൽ വോട്ടുകൾ നേടിയ മണ്ഡലങ്ങൾ നിലനിർത്തുക, ചെറിയ ഭൂരിപക്ഷങ്ങൾക്ക് തോറ്റ മണ്ഡലങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു തന്ത്രമായിരിക്കും ബി.ജെ.പി. ആവിഷ്കരിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് ബി.ജെ.പിയിലേക്ക് കൂടുതൽ വോട്ടുകൾ ആകർഷിക്കപ്പെടുന്നതിന് പിന്നിലെ കാരണമെന്നും രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ജേർണലിസ്റ്റ് റഷീദ് ഖുദ്യാദി പറയുന്നു. സാധാരണ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക വിഷയങ്ങളും പ്രാദേശിക നേതാക്കളുമാണ് വിഷയമാവുക. അതുകൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 12 മുതൽ 25% വരെ അധിക വോട്ടുകൾ പിടിക്കുന്നത് എന്ന് റാഷിദ് ഖുദ്യാദി പറയുന്നു. ഉദാഹരണത്തിന് ഡൽഹിയിൽ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 33% വോട്ടുകളെ കിട്ടിയിരുന്നുവെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 56% വോട്ടുകളാണ് ബി.ജെ.പി നേടിയത്. ഈ വോട്ടുകൾ മോദിയുടെ വ്യക്തിപ്രഭാവമാണ് ആകർഷിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക നേതാക്കളെക്കാൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ് വോട്ടർമാരെ കൂടുതൽ സ്വാധീനിക്കുക. 2024-ൽ മോദിയുടെ ഗ്യാരണ്ടി എന്നത് പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാകുമ്പോൾ ബി.ജെ.പി കൂടുതൽ വോട്ട് നേടുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം മോദിയുടെ ജനപ്രിയത തന്നെയാണ് ബി.ജെ.പിയുടെ വോട്ട് ഉയർത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.